എനിക്കൊരു അമ്മാവനുണ്ട്, എൻ്റെ അമ്മാവനെ പോലെ ആർക്കാണൊരു അമ്മാവനുള്ളത് എന്ന് നബി തങ്ങൾ ചോദിച്ചത് ഈ സഅദ് എന്നവരെ കുറിച്ചാണ്. അതാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നൊക്കെ ചൊല്ലുന്നില്ലേ? ഓക്കെ. അവരുമായി നമ്മുടെ അമലുകൾ, നാമും അവരും കർമ്മവുമായി ഈമാനുമായി അവരിലേക്ക് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവർ കൈമാറി തന്നതാണ് നമ്മൾ ഇന്ന് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലത്തിൻ്റെ ഒരംശം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ എല്ലാ സ്വഹാബികളുടെയും അമലിൻ്റെ കൂലി ആർക്ക് കിട്ടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഉമ്മത്തിൻ്റെ മുഴുവൻ അമലുകളും അതിലൊരു ഓഹരി ആർക്കുണ്ട്? നബി തങ്ങൾക്കുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അള്ളാഹു ഈ ദീനിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു കടപ്പാടിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണറായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ. കംപ്ലൈൻറ്റ് ഒരു ബേസ്ലെസ് കംപ്ലൈൻറ്റ് എന്ന് പറയാം. ചില ആരോപണങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാവില്ല, വെറുതെ അങ്ങ് പറയും, കഥയൊന്നും ഉള്ളിലേക്ക് അന്വേഷിച്ച് ചെന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ പറഞ്ഞത് ലാ യുഹ്സിനു യുസല്ലി. സഅദ് എന്നവർക്ക് മര്യാദക്ക് നിസ്കരിക്കാൻ പോലും അറിയില്ല. ആരെപ്പറ്റിയേ പറയണത്? സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹാബിയെക്കുറിച്ച് കൂഫയിലെ ചില ആളുകൾ, അവിടുത്തെ ഒരു തറവാടുകാരുണ്ടായിരുന്നു, ബനു അബസ് എന്നാ പറയാ, ബനു അബസ്സുകാരിൽപ്പെട്ട ഒരാൾ, അയാളാണ് ഈ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞത്. ലാ യുഹ്സിനു യുസല്ലി, മര്യാദക്ക് നിസ്കരിക്കാൻ പോലും അറിയില്ല. ഇതൊക്കെ ഒരു സ്വഹാബിയെ പറ്റി, അത് നബിതങ്ങൾ എൻ്റെ അമ്മാവനാണ് എന്ന് അഭിമാനം പറഞ്ഞ പോരാ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് തങ്ങൾ പറഞ്ഞ 10 അശറത്തുൽ മുബശ്ശരീൻ അതിൽപ്പെട്ട ഒരു സ്വഹാബിയെക്കുറിച്ചായി പറയണത്. അപ്പം നമ്മളാരെങ്കിലും കുറിച്ച് വല്ല കംപ്ലൈൻറ്റും പറഞ്ഞാൽ അതിലൊന്നും ഒരു പരാതിപ്പെടേണ്ട കാര്യമില്ല, അല്ലേ? നമ്മളൊക്കെ മണ്ണിനോളം അതിലേറെ താഴെയാണ്. സ്വഹാബിമാരിൽ മഹാന്മാരായവരെ സംബന്ധിച്ച് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തി. യാ അബാ ഇസ്ഹാഖ് ലഖദ് ശക്കൗക ഫീ കുല്ലി ഷൈഇൻ ഹത്താ ഖാലൂ ലാ യുഹ്സിനു യുസല്ലി. സഅദേ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് പരാതികൾ, ആ പരാതിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ശരിക്കൊന്ന് നിസ്കരിക്കാൻ പോലും അറിയില്ല എന്ന് ആളുകൾ പരാതിപ്പെട്ടല്ലോ എന്ന് സഅദ് എന്നവരോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർ എന്ത് ചെയ്യും? ആരോപണങ്ങളെ നിഷേധിക്കണം, ഇല്ലാത്തതല്ലേ. അമാ വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ ഇന്നി ലാ ആലു അൻ നുസല്ലി ബിഹിം കമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിനാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ മദീന പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചത് ഓർമ്മയുണ്ടോ അമീറുൽ മുഅ്മിനീൻ? എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ നിസ്കരിക്കാൻ പഠിപ്പിച്ചത്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് അവിടെ നിന്ന് പറയുമായിരുന്നില്ലേ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഞാൻ നിസ്കരിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ. പിന്നെ എന്തുകൊണ്ട് അവർ എന്നെ പറ്റി ഇത് പറഞ്ഞു അതെനിക്കറിയില്ല അമീറുൽ മുഅ്മിനീൻ. ഹുവല്ലന്നു ബിക ഹാദാ ഹുവല്ലന്നു ബിക യാ അബാ ഇസ്ഹാഖ്. അബൂ ഇസ്ഹാഖ്, സഅദ് ഇബ്നു അബി വഖാസ് എന്നവരെ, ഇത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചില തെറ്റിദ്ധാരണകളാണ് എന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ ഒരു പരാതി വന്ന സ്ഥിതിക്ക് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അത് അന്വേഷിക്കണമല്ലോ, പൊതുജനങ്ങളിൽ നിന്ന് വന്നൊരു കംപ്ലൈൻ്റാണ്. ആ പരാതിയെ കേട്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല. ഇത് ഇസ്ലാമിക ലോകമാണ്. പുണ്യനിബിതങ്ങൾ എന്താണോ ലോകത്തിന് ധർമ്മമായി പഠിപ്പിച്ചത് അത് പിൻതലമുറക്ക് കൈമാറിയിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവിയിലാണ് പരാതി എത്തിയത്. അപ്പം അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ലജ്ന രൂപീകരിച്ചു, ഒരു സംഘം ആളുകളെ. അവർ ചെന്ന് ചോദിച്ചത് കൂഫയിലെ, ഇറാഖിൽ കൂഫയിലെ മുതിർന്ന ആളുകളോടോ പ്രശസ്തരോടോ കാര്യപ്പെട്ട ആളുകളോടോ ഒന്നുമല്ല. അവർ നേരെ പോയത് കൂഫയിലെ പള്ളികളിലേക്കാണ്, അങ്ങാടികളിലേക്കാണ്. അവിടെയാണ് പാവപ്പെട്ട ആളുകളുണ്ടാവുക.
അവിടെയാണ് സാധാരണക്കാർ വന്നു പോകുന്നത്. അവിടെ ചെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു ഈ സംഘം ആളുകൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. മാ തഖൂലൂന ഫീ അമീരിക്കും സഅദ് ഇബ്നു അബീ വഖാസ്, നിങ്ങളുടെ ഗവർണറായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവരും പറഞ്ഞു നല്ല മനുഷ്യനാണ്, സ്വാലിഹായ അബ്ദാണ്, ഞങ്ങൾ കണ്ടവരിൽ വെച്ച് ഏറ്റവും നല്ല മഹാനാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ നിന്ന് ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ സാധിച്ച ഏറ്റവും വലിയ ഗുരുവാണ് സഅദ് എന്നവർ. എല്ലാവർക്കും ഒരേ അഭിപ്രായം. അങ്ങനെയാണ് ഹത്താ വസലൂ ഇലാ മസാജിദി ബനി അബസ്, ബനു അബസ് ഗോത്രക്കാരുടെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ അവരോടും ചോദിച്ചു ഈ സംഘം സഅദ് എന്നവരെ കുറിച്ച് ഇതേ ചോദ്യം. അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ, അയാളുടെ പേര് ഉസാമ ഇബിൻ ഖതാദ എന്നാണ്. ഉസാമത്ത് ഇബ്നു ഖതാദ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അമാ ഇത് സഅൽതന, ഞങ്ങളോട് ചോദിച്ചത് കൊണ്ട് പറയട്ടെ, ഫഇന്ന അമീറനാ സഅദ് ഇബ്നു അബീ വഖാസ് ലാ യഅദിലു ഫിൽ ഖളിയ്യ വലാ യഹ്കുമു ബിസ്സവിയ്യ വലാ യസീറു ബിസ്സരിയ്യ. ചോദിച്ചത് കൊണ്ട് പറയാണ് സഅദ് എന്നവരെ ലാ യഹ്കുമു ഫിൽ ഖദിയ്യ, നീതിയുക്തമായി ഭരണം നടത്താൻ, നീതിയുക്തമായി വിധി പറയാൻ സഅദ് എന്നവർക്ക് കഴിയുന്നില്ല, നീതി ചെയ്യുന്നില്ല. വലാ യഹ്കുമു ബിസ്സവിയ്യ, ജനങ്ങളെ ഒന്നാകെ ഒരേപോലെ കാണാനും സഅദ് എന്നവർക്ക് കഴിയുന്നില്ല. വലാ യസീറു ബിസ്സരിയ്യ, മഹാനവറുകൾക്ക് യുദ്ധത്തിന് പോകാനുള്ള ധൈര്യം പോലുമില്ല, ധീരതയില്ല, ഭീരുവാണ് എന്നുവരെ ആരോപിച്ചു സഅദ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച്. ഇത് വലിയൊരു ആരോപണമാണ്. ഈ ആരോപണം സഅദ് റളിയല്ലാഹു അൻഹു കൂഫയുടെ ഗവർണറായിരിക്കുന്ന സമയമാണ്. ഉസാമത്ത് ഇബ്നു ഖതാദയാണ് ഇത് പറഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദേഷ്യം വന്നുവല്ലോ. ചരിത്രം നമ്മൾ കേട്ടതാണ്. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഖാമ റിയാഅൻ വസുംഅതൻ വകദിബാ, പടച്ചവനെ ഈ മനുഷ്യൻ നുണയാണ് പറയുന്നതെങ്കിൽ, ഈ മനുഷ്യൻ പറയുന്നത് ആളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നുണയാണ് എന്നെപ്പറ്റി പറയുന്നതെങ്കിൽ, ഫഇന്നി അസ്അലുക സലാസ, 3 കാര്യങ്ങൾ അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ അത്വിൽ ഉംറഹു, ഒരുപാട് ആയുസ് കൊടുക്കണമേ ഇയാൾക്ക്. ദ്വാരക്കാണ്, ഒരുപാട് ആയുസ് കൊടുക്കണം. അത് മാത്രമോ അത്വിൽ ഫഖറഹു, ദാരിദ്ര്യം ഒരുപാട് കൊടുക്കണേ. വഅർളിഹു ലിൽ ഫിതൻ, കടുത്ത പരീക്ഷണങ്ങൾക്ക് ഇയാളെ നീ വിധേയമാക്കണമേ അല്ലാഹ്. ഇയാൾ പറയുന്നത് നുണയാണെങ്കിൽ. ഒരാരോപണം വന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അത് തെളിയിക്കുകയും മഹാനവറുകൾ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് കൈനീട്ടി ദുആ ചെയ്യുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ കാന മുസ്തജാബദ് ദഅവ, പ്രാർത്ഥനയ്ക്ക് ദുആഇന് ഉത്തരമുള്ള മഹാനാണ് സഅദ് എന്നവർ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ അത്വിൽ ഉംറഹു വഅത്വിൽ ഫഖറഹു വഅർളിഹു ലിൽ ഫിതൻ, ഒരുപാട് ആയുസ് കൊടുക്ക റബ്ബേ, ഇപ്പടുത്തുന്ന ആളെ മരിപ്പിക്കല്ലേ. പിന്നെ പറഞ്ഞു നല്ല ദാരിദ്ര്യവും കൊടുക്ക്. ഇയാൾ നുണയാണ് പറഞ്ഞതെങ്കിൽ, എന്നെപ്പറ്റി പറഞ്ഞ ആരോപണം ശരിയല്ലെങ്കിൽ, വഅർളിഹു ലിൽ ഫിതൻ, അതുമാത്രമല്ല ഈ മനുഷ്യനെ ഫിത്നകൾക്ക് വിഷയീഭവിപ്പിക്കണം, ഇയാൾക്ക് കടുത്ത പരീക്ഷണങ്ങൾ കൊടുക്കണമേ. ഹദീസിന്റെ റിവായത്ത് ചെയ്യുന്ന സ്വഹാബി പറയാണ്, ഫഅന വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഈ മനുഷ്യനെ ഉസാമത്ത് ഇബ്നു ഖതാദ എന്ന മനുഷ്യനെ ഒരുപാട് പ്രായമായ അവസ്ഥയിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഖദ് അമിയ, പ്രായം കൂടിയിട്ട് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയിട്ടുണ്ട്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങാടികളിൽ പെൺകുട്ടികൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പെൺകുട്ടികളോട് കമൻ്റ് അടിക്കുന്ന വിധം ഈ പ്രായമായ കണ്ണുപോലും കൺപോളകൾ കണ്ണിലേക്ക് വീണിരിക്കുമാർ പ്രായമായ വൃദ്ധനായ ഈ മനുഷ്യൻ പെൺകുട്ടികളോട് ഇങ്ങനെ വൈകാരികമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് കേൾക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ പറയുമേ, മനുഷ്യ നിങ്ങൾക്ക് പ്രായമായില്ലേ, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് നിർത്താനായില്ലേ,
എന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുമത്രേ, ആ മനുഷ്യൻ പറയും, ശൈഖുൻ കബീർ മഫ്തൂനുൻ അസ്വാബതുഹു ദഅവതു സഅദ്. ഞാനൊരു വൃദ്ധനായ മനുഷ്യനാണ്. റജുലുൻ ശൈഖുൻ കബീർ മഫ്തൂനുൻ, ഫിത്നയാക്കപ്പെട്ട ആളാണ്, പരീക്ഷണങ്ങൾക്ക് വിധേയനായ ആളാണ്. അയാൾക്ക് അല്ലാഹു നൽകിയ പരീക്ഷണം ഇതായിരുന്നു. പെൺകുട്ടികളെ കണ്ട അവരെന്തെങ്കിലും പറയും. അപ്പൊ ഈ 100 വയസ്സ് കഴിഞ്ഞ് ഈ മനുഷ്യൻ എന്തിനിത് ചെയ്യുന്നു? അദ്ദേഹം പറയാം, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ അറിയാതെ എന്നിൽ നിന്ന് വന്നു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് സംഭവിച്ചത്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണിത്. ദുആ ചെയ്തു. ആ ദുആയിൽ മഹാൻ പറഞ്ഞത്, അല്ലാഹുമ്മ അർജിദുഹു ലിൽ ഫിതൻ, ഫിത്നകൾക്ക് പാത്രീഭൂതനാക്കണേ. വൃദ്ധനായിരുന്ന സമയത്ത് പോലും വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിധം വാക്കുകൾ ഉപയോഗിക്കുന്നത് എത്ര വലിയ ഫിത്നയാണ്, എത്ര വലിയ പരീക്ഷണമാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യാൻ കാരണം തന്നെ പറ്റി ഒരു ആരോപണം ഉന്നയിച്ചതാണ്. ആ ആരോപണം ശരിയല്ല എന്ന് സഅദ് എന്നവർക്കറിയാം. എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തുകയല്ലാതെ നിരപരാധികളായ ആളുകൾക്ക് മറ്റൊരു നിർവാഹവുമില്ലാത്ത സാഹചര്യങ്ങളില്ലേ? ഒരു കോടതി കയറാനോ കേസ് കൊടുക്കാനോ അതിൻ്റെ പിന്നാലെ പോവാനോ അവരെ കിട്ടില്ല. അവരവരുടെ മുസല്ലകളിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യും, അല്ലാഹുവേ, എന്നെപ്പറ്റി പറയുന്നത് നുണയാണെങ്കിൽ, പച്ചക്കള്ളമാണെങ്കിൽ, അല്ലാഹുവേ, അവർക്കർഹിക്കുന്ന ശിക്ഷ നീ കൊടുക്കണമേ എന്ന് ഒരു മുഅ്മിനായ ആണോ പെണ്ണോ ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ ജീവിതങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളോട് ചെയ്യരുത്, പാടില്ല എന്ന് പറഞ്ഞ വിഷയമാണ് ഒരാളുടെ ന്യൂനത പറയാതിരിക്കുന്നത്. നമ്മുടെ വിഷയം നിരൂപണമാണ്. നിരൂപണം എന്തുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. നിരൂപണങ്ങളിൽ ആരോപണങ്ങൾ വരാം, നിരൂപണങ്ങളിൽ ഗുണകാംക്ഷയുള്ള നസ്വിഹത്ത് വരാം. ഗുണകാംക്ഷ ഒരിക്കലും ഒരാളെ ഗുണം കാംക്ഷിക്കുന്നത് ഗീബത്ത് പറയലാവരുത്, ഒരാളുടെ കുറ്റം പറയലാവരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ. നിങ്ങളാരും പരസ്പരം ഒരാളെയും അവരുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് മോശമായത് പറയരുതേ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൽ ഗീബ. നബിയെ, എന്താണ് ബാക്ക് ബൈറ്റിംഗ്, എന്താണ് ഗീബത്ത്, എന്താണ് സ്ലാൻഡറിങ്, എന്താണ് പരദൂഷണം പറയാ, എന്താണ് ഒരാളെ പറ്റി ഗീബത്ത് പറയാന്ന് പറയില്ല നബിയെ, അതെന്താണ്? ദിക്റുക അഖാക ബിമാ യക്റഹ്. പെണ്ണെ, നിങ്ങളുടെ ഒരു സഹോദരിയെക്കുറിച്ച്, ഒരാണിനെ കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച്, ആണുങ്ങളെ, നിങ്ങൾ ഒരാണിനെ കുറിച്ചോ ഒരു പെണ്ണിനെ കുറിച്ചോ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് അവരെ കുറിച്ച് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാ. അതാണ് ഗീബത്ത്. അത് കേട്ടാൽ അവർ ഇഷ്ടപ്പെടുമോ? ഇല്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ. ഞാൻ പറയുന്ന തെറ്റ് അയാൾ ചെയ്തതാണെങ്കിലോ? ചോദ്യം വന്നു. ശരി, ഒരാൾ ചെയ്ത തെറ്റ് തന്നെ അയാളെ പറ്റി പറയപ്പെടുന്ന ഇഷ്ടപ്പെടൂല. അയാൾ ചെയ്തതാണ് പറയുന്നതെങ്കിലോ, അവൾ ചെയ്ത കുറ്റമാണ് പറയുന്നതെങ്കിലോ കുഴപ്പമുണ്ടോ? നമ്മളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇതല്ലേ. അതുള്ളതല്ല, ഇനിയിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. ഉള്ളത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ശറഅ് പറഞ്ഞു തരണം. എന്താണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്? ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ്തഹു. ഉള്ള ഒരു മോശപ്പെട്ടതാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഗീബത്ത്. ഗീബത്തിൻ്റെ വിഷയം നിങ്ങളുടെ നന്മ, ആരെപ്പറ്റിയാണോ നിങ്ങൾ കുറ്റം പറയുന്നത് ആ മനുഷ്യന് നീങ്ങിപ്പോകും, അക്കൗണ്ട് കാലിയാവുന്നത് അറിയില്ല. അതാണ് ഗീബത്തിൻ്റെ വിഷയം. ഇനി വഇല്ലം യകുൻ ഫീഹി മാ തഖൂൽ, നിങ്ങൾ ആരോപിക്കുന്ന വിഷയം ആ മനുഷ്യനിൽ ഇല്ലെങ്കിൽ ഫഖദ് ബഹത്തഹു, ആ മനുഷ്യനെ കുറിച്ച് ബുഹ്താൻ പറഞ്ഞു, പച്ചക്കള്ളം ഉണ്ടാക്കി പറഞ്ഞു എന്ന ഗുരുതരമായ തെറ്റാണ് അപ്പൊ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒരാളിലൊരു കുഴപ്പമുണ്ടെങ്കിൽ
ആ ആളോട് നേരിട്ട് സ്വകാര്യമായി ഈ വിഷയം ഉണർത്തുക. അതാണ് ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ. പത്രത്തിൽ കൊടുക്കലോ വാട്സപ്പ് കൊടുക്കലോ ഫേസ്ബുക്കിൽ കൊടുക്കലോ പരസ്യപ്പെടുത്തലോ അല്ല, ഗുരുതരമായ തെറ്റാണത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്, ജനാധിപത്യ രാജ്യം ഒക്കെ ശരിയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്കിത് പറയാൻ പറ്റൂല, നമുക്ക് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഒരാളെപ്പറ്റിയും ഉള്ളതുപോലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങൾ അയാളിൽ ഒരു നന്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒഴികെ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരാളെ നിങ്ങൾ അറിയിച്ചു, ആ മനുഷ്യനിലൂടെ ഇയാൾക്കൊരു നസിഹത്ത് ലഭിക്കുമെങ്കിലൊക്കെ, അതല്ലെങ്കിൽ പറയാൻ പാടില്ല. നിങ്ങൾ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഗീബത്ത്, അതാ പാടില്ല എന്ന് പറഞ്ഞത്. ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേര് ബുഹ്താൻ. വലിയ കുറ്റം, വലിയ പച്ച നുണയാണ് ഒരാളെപ്പറ്റി ഉണ്ടാക്കി പറയുന്നത്. അത് ഗീബത്തിനേക്കാളും ഗുരുതരമാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ല ഗീബത്ത് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണെന്ന് ഉലമാഇന്റെ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വൻപാപങ്ങളിൽപ്പെട്ടതാണ് അത്ര ഗീബത്ത് പറയാൻ. നമ്മൾ ആരെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് നിരൂപണം എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് വരും. ഒരാളുടെ കുറ്റം കുറവും പറയുക, ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി, അത് നിരൂപണമല്ല, അത് തെറ്റാണ്. നിരൂപണം എന്നത് ഒരു മനുഷ്യനെ തെറ്റ് തിരുത്താനുള്ള അവസരമുണ്ടാക്കി കൊടുക്കലാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ വളരെ മനോഹരമായ കവിതയുണ്ട്. എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒറ്റക്ക് വന്ന് പറയേ. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അത് പരസ്യമായി ചെയ്യുന്ന ആളാണ്, ആ ആളുകളോട് പരസ്യമായി ഉപദേശിക്കണം. പക്ഷെ രഹസ്യമായി ഒരു തെറ്റ് ചെയ്തൊരു മനുഷ്യനോട് പരസ്യമായി ഉപദേശിക്കാൻ പാടില്ല എന്നാണ്. ഒരു മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, ഒരാളുടെ ഇസ്സത്ത്, ഒരു മനുഷ്യൻ്റെ അഭിമാനം, ഇത് കഅബാലയത്തിനേക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് നിരൂപണമായിരുന്നില്ല. സഅദ് എന്നവരെ കുറിച്ച് പറഞ്ഞത് ആക്ഷേപമായിരുന്നു. ആക്ഷേപം ളുൽമാൻ. യാ ഇബാദി ഇന്നി ഹറംതുൽ ളുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമാ ഫലാ തദാലമൂ. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിം സ്വഹീഹിൽ കൊണ്ടുവന്നു. റളിയല്ലാഹു അൻഹു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതുൽ ളുൽമ അലാ നഫ്സി, ഞാൻ ആരോടും അന്യായം ചെയ്യുന്നവനല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരോടും അന്യായം ചെയ്യുന്നവനല്ല, അനീതി ചെയ്യുന്നവനല്ല, ആരെയും അവരർഹിക്കാത്തത് അവരെ ശിക്ഷിക്കുന്നവനല്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ദുരാരോപണങ്ങൾ നിങ്ങളും ചെയ്യരുത്, ഒരാളെയും നിങ്ങൾ ദുൽമ് ചെയ്യരുത് എന്ന് നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ്. ഫലാ തദാലമൂ, നിങ്ങൾ ആരോടും ഒരാളുടെ അഹിംസയാണ്. ചിലർക്കും നല്ലത് വരണം എന്ന് ഗുണം കാക്ഷിക്കലാണ്, വെൽ വിഷിങ്. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ലവരാകണം, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം. ഇതാഗ്രഹിക്കലാണ് ഇസ്ലാം. അത് നമ്മുടെ കൽബിലില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുണ്ടാവുക? എല്ലാവരും നന്നാവണം എന്നല്ലാതെ അങ്ങനെ കുരുത്തം കെട്ട് പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോകട്ടെ, അവരങ്ങ് നരകത്തിലേക്കാവട്ടെ, ഇങ്ങനെ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ കഴിയില്ല, പാടില്ല. അദ്ദീനു അന്നസ്വീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ഖുൽനാ ലിമൻ, സ്വഹാബികൾ പറയട്ടെ, ഞങ്ങൾ ചോദിച്ചു നബിയേ, ആർക്കൊക്കെയാണ് ഞങ്ങൾ ഗുണം കാക്ഷിക്കേണ്ടത്? ഖാല ലില്ലാഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. ലില്ലാഹി വലിറസൂലിഹി വലികിതാബിഹി, വിശുദ്ധ ഖുർആനിന് ഗുണം കാക്ഷിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിന് ഗുണം കാക്ഷിക്കണം, അള്ളാഹുവിന് ഗുണം കാക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലതേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ. തെറ്റിദ്ധാരണകൾ വരുമ്പോൾ തിരുത്തി കൊടുക്കണം.
അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങളെ തിരുത്തി കൊടുക്കണം. ഖുർആന് വേണ്ടി നിങ്ങൾ നല്ലത് വിചാരിക്കണം. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ, ഉത്തരവാദിത്വമുള്ള ആളുകൾ, അവർക്ക് നന്മയാണ് നിങ്ങൾ കാക്ഷിക്കേണ്ടത്. മുസ്ലിമീങ്ങളുടെ പൊതുസമൂഹം, സാധാരണക്കാർ, കൂലിപ്പണി ചെയ്യുന്നവർ, സാധാ ജോലി ചെയ്ത് ജീവിക്കുന്നവർ, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, കച്ചവടക്കാർ, കടലിൽ പോയി പണിയെടുക്കുന്നവര്, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവര്, എവിടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാധാരണക്കാർ, ഇവർക്കൊക്കെ നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കണം. കച്ചവടക്കാർ, നിങ്ങളുടെ തൊട്ടടുത്തൊരു കച്ചവട സ്ഥാപനം വരുമ്പോൾ അവൻ പൊളിഞ്ഞു പോട്ടെ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അവനും എനിക്കും റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എൻ്റെ റിസ്ക്കിൽ നിന്ന് എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത്, അവൻ്റെ റിസ്ക്കല്ല എനിക്കും കിട്ടുന്നത്. എൻ്റെ കസ്റ്റമർ അയാളുടെ അടുത്ത് പോകുന്നില്ല, അയാളുടെ കസ്റ്റമർ എൻ്റെ അടുത്തും വരില്ല. രണ്ടുപേർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റിസ്ക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ പാര വെക്കൂല, അപ്പോൾ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകൂല, അപ്പോൾ പിന്നെ സിഹ്ർ ചെയ്യാൻ ഓടൂല. എന്തേ? അർ-റാസിഖു അല്ലാഹ്, റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എൻ്റെ സഹോദരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ രാജ്യക്കാരനാണ്. അവൻ രക്ഷപ്പെടട്ടെ, ഞാനും രക്ഷപ്പെടട്ടെ. അൽഹംദുലില്ലാ. എനിക്ക് ഓർമ്മയുണ്ട്, ദുബൈയിലെങ്ങാനും ഒരു ഷോപ്പ് ഓപ്പണിങ്ങിന് ചെന്നപ്പോഴേ തൊട്ടപ്പുറത്തൊരു അറബിയുടെ സ്ഥാപനമാണ്. അപ്പോൾ തുറന്നത് നമ്മുടെ മലയാളികളാണ്. അവർ തുറന്നതും അയാളുടെ സ്ഥാപനവും ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ അയാൾ വന്നിട്ടുണ്ട്, ഭയങ്കര ദുആ, അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റിസ്ക് തരട്ടെ, നല്ല കസ്റ്റമറോട് വരട്ടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ ആരാണ്? അവർ എൻ്റെ തൊട്ടടുത്ത പീടിയക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ ഇതേ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, ഇത് ഒരു മുസ്ലിമിൻ്റെ അടയാളമാണിത്. ഇങ്ങനെ എന്താ നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മളപ്പോഴേക്കും പാരവെപ്പും പിടിപ്പിക്കലും പോലീസിലേൽപ്പിക്കലും കച്ചവടം അവർ പൂട്ടിപ്പോകാനുള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ? നമ്മളൊരിക്കലും ഇത് ചെയ്യരുത്. ദീൻ നസീഹത്താണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് വരണം എന്നാലോചിക്കുമ്പോഴേ നമ്മൾ മുസ്ലിമാകുന്നുള്ളൂ. നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത്. الدين النصيحة ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ولرسوله إذا نصحوا لله ورسوله. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ليس على الضعفاء ولا على المرضى. ഇസ്ലാമിക ലോകത്ത് രാജ്യത്തിന് പ്രതിസന്ധി വരുമ്പോൾ, രാജ്യത്തിൻ്റെ ബോർഡറുകൾ കാക്കാൻ വേണ്ടി സൈന്യം പുറപ്പെടുമ്പോൾ പുരുഷന്മാർ മുഴുവൻ സൈന്യത്തിൽ പോവണമെന്നത് ശർഇന്റെ നിബന്ധനയാണ്. അന്ന് പട്ടാളക്കാരെന്ന് വേറൊരു സെഗ്രിഗേഷൻ ഇല്ല. പുരുഷന്മാർ മുഴുവൻ പോവേണ്ടി വരും. അവിടെ പോകാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ലൈസ അലൽ ദുഅഫാ, ദുർബലരായ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകൾ, വലാ അലൽ മർളാ, രോഗികളായവർ, വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ, യാത്രയുടെ ചെലവിന് വഹിക്കാവുന്ന കാശ് കയ്യിലില്ലാത്ത പാവപ്പെട്ടവര്, അവർക്ക് വരേണ്ടതില്ല ഹറജുൻ. പക്ഷെ അവരെന്തു ചെയ്യണം? ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും മനസ്സിനുള്ളിൽ ഗുണകാംക്ഷയുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ നിന്നിട്ട് പിന്നെ കൊളത്തി കൊടുക്കരുത്. വീട്ടിൽ നിന്നിട്ട് പിന്നെ ഇസ്ലാമിൻ്റെ സൈന്യത്തിൻ്റെ രഹസ്യം പുറത്തു കൊടുക്കരുത്. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന പണി ചെയ്യരുത്. ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അവരെന്ത് ചെയ്യണം? ഒന്നിനും കഴിയാത്ത ആളുകളാണ്, രോഗികളാണ്, ബെഡിൽ കിടക്കുകയാണ്, കാശില്ല, യാത്ര ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല, ഈ സൈന്യത്തിൻ്റെ കൂടെ വരാൻ കഴിയില്ല. അവരെന്ത് ചെയ്യണം? ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും ബെഡിൽ കിടക്കുന്ന രോഗികൾ പോലും ദീനിന് ഗുണം വരണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണം.